രാവിലെ തന്നെ എണീറ്റ് കുറേ ജോലികളുണ്ടായിരുന്നു, ഡ്രസ്സ് വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും നേരെ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോയി. കോളേജിൻ്റെ മണ്ടയിൽ ഹോസ്റ്റലായതുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. ഡ്രസ്സും മാറ്റി നേരെ ഇറങ്ങി. അങ്ങനെ അതേ ഫുഡ് കഴിച്ചു. പുട്ടും കടലക്കറിയും പപ്പടവും ചായയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നതിന് ശേഷം വീണ്ടും റെഡിയായി ഒരുങ്ങി. കാരണം ഇന്ന് കോളേജില്ലായിരുന്നു. അപ്പോൾ താഴെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്ന ഡ്യൂട്ടി ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന പ്രശ്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ സാധാരണ കൈവച്ച് തേക്കുന്നതാണ് പതിവ്. ഇന്ന് വീഡിയോയിൽ ഇച്ചിരി മേനെ വരട്ടെ എന്ന് വിചാരിച്ചു. വാർഡൻ അങ്കിളും വാർഡൻ ആൻറ്റിയും തകർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ ജോലി തുടർന്നു. ഞാനാണ് ആദ്യം അവിടെ ചെന്നത്. അവർ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഒരു 4 പിള്ളേരെ പേര് തപ്പുന്ന പ്രശ്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, വേറെ കുഴപ്പമില്ല. ഓരോരുത്തരും ഓരോ ജോലികളങ്ങ് ഏറ്റെടുത്തോളൂ. പേര് കണ്ടുപിടിക്കുന്നതും പേര് ഫയലിൽ നിന്ന് എടുക്കുന്നതും പിന്നെ റെസിപ്റ്റ് കൊടുക്കുന്നത്, അങ്ങനെ 3 ജോലികൾ 3 പേര് ചെയ്യും. പിന്നെ ക്യാഷ് മേടിക്കുന്നത്. അപ്പോൾ തന്നെ ആൾക്കാർ വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ എഴുതി കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ തീറ്റി മസ്റ്റാണല്ലോ. തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്യുകയും വേണം, തിന്നുകയും വേണം. എന്തല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയാവാറായപ്പോഴത്തേക്കും പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു. കടയിലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ കടയിലേക്ക് പോകുന്ന വഴിക്ക് കടമ്പ്രയാറൊന്ന് ഇറങ്ങിയില്ല. അങ്ങോട്ട് ചെന്നപ്പോഴേ വെള്ളക്കെട്ടും. മഴയല്ലേ, അങ്ങോട്ടൊക്കെ മുട്ടിൻ്റെ മേലെ വെള്ളമാണെന്ന് പറയുന്ന കേട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് നേരെ തിരിച്ച് കോളേജിൽ കയറി. കൂട് പിടിക്കണമല്ലോ 6:30 മുന്നേ. അങ്ങനെ നേരെ കോളേജിൽ കയറി ഹോസ്റ്റലിൽ കയറി കേട്ടോ. എൻ്റെ റൂമിലേക്ക് ഞാനും കയറി, അവരുടെ റൂമിലേക്ക് അവരും പോയി. തൊട്ടപ്പുറത്തെ റൂം തന്നെയാണ് അവരുടെ റൂമിൽ കയറിയതിന് ശേഷം ഞാനൊരു ലോഡഡ് ഫ്രൈസ് കഴിച്ചായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ കുറേ എഴുതാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ എഴുതുന്നതല്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.